ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ കട്ട് ഓഫിന്റെ സാധ്യതയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിന്റെ പോൾ റിസൾട്ട്, നമ്മളൊരു പോൾ നടത്തിയിരുന്ന ടെലഗ്രാമിൽ, ആ പോൾ റിസൾട്ടൂടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ അവസാനം വരെ നമ്മുടെ കൂട്ടുകാർ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഫസ്റ്റ് ആദ്യം നോക്കാൻ പോകുന്നത് തൊഴിൽ വീതിയിൽ വന്ന ഒരു കട്ട് ഓഫിന്റെ അവലോകനമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം അവരുടെ ഹെഡിങ് തന്നെ പരീക്ഷണമായി വനിതാ എക്സൈസ് ഓഫീസർ പരീക്ഷ എന്താണെന്ന് നോക്കാം. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് ഫെബ്രുവരി 7 PSC നടത്തിയ എഴുത്തു പരീക്ഷ അല്പം കടുപ്പമായതിന്റെ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൂടുതലും വന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചതും ഉദ്യോഗാർത്ഥികളെ വലച്ചു. പൊതുവിജ്ഞാന മേഖലയിൽ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാര്യമായി പരീക്ഷിച്ചെങ്കിലും ഭൂമിശാസ്ത്രം, സയൻസ് വിഷയങ്ങളിൽ ചില ചോദ്യങ്ങൾ കടുകട്ടിയായിരുന്നു. ഇംഗ്ലീഷ്, ഗണിതശാസ്ത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്ന നിലവാരം പുലർത്തി. സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിലെ പല ചോദ്യങ്ങളും പ്രതീക്ഷിച്ച പോലെ എളുപ്പമായിരുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ വിലയിരുത്തി. തൊഴിൽ വീതി പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 48 മുതൽ 58 വരെയാണ് കേട്ടോ. 48 മുതൽ 58 വരെയാണ് ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ്. തൊഴിൽ വീതിയുടെ അവലോകനം നമ്മുടെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷ നല്ല അല്പം ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. നല്ല ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സുകളോടും സുഹൃത്തുക്കളോടും ഒക്കെ ചോദിച്ചപ്പോഴും പരീക്ഷ എഴുതിയ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴും അവരും ടഫ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു കറണ്ട് അഫയേഴ്സ് പാർട്ട് ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും വളരെ അത്ര ടഫായിരുന്നില്ല. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നല്ല ടഫായിരുന്നു. മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യനൊക്കെ ആദ്യമായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. PSC പരീക്ഷയെ പോലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല കടുകട്ടിയായിട്ടുള്ളൊരു പരീക്ഷയാണ്. തൊഴിൽ വീതി അതിന് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 48 മുതൽ 58 വരെ തൊഴിൽ വീതി പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് റേഞ്ച് വരുന്നത്. അപ്പം ഈ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു അവലോകനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടുതലും പറയുന്നത് 45-നും 55-നും ഇടയിലൊക്കെയാണ് മാർക്കുകൾ കൂടുതലും പറയുന്നത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകാരികളോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ 45-നും 55-നും ഇടയിലുള്ള മാർക്കുകളാണ് അവർ സ്കോർ ചെയ്തതെന്ന് പറയുന്നത്. അതുപോലെ 45 താഴെ സ്കോർ ചെയ്തവരുടെ കാര്യം പറയുന്നുണ്ട്. എന്നാലും ഒരു ആവറേജ് കണക്ക് വെച്ച് 45-55 നമ്മളുമായിട്ട് പേഴ്സണലായിട്ട് അടുപ്പമുള്ള കൂട്ടുകാരൊക്കെ, പരീക്ഷ എഴുതിയ കൂട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. 45-നും 55-നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്പം ടഫായിട്ടുള്ളൊരു പരീക്ഷയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് വിഭാഗം അല്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ ക്ലാസ് കണ്ട കൂട്ടുകാർക്കെല്ലാം അത്യാവശ്യം 17, 15, 16 മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ PVQ ക്വസ്റ്റ്യൻസിന് ഡിസ്കഷനും മോഡൽ ക്വസ്റ്റ്യൻസിന്റെ റിവിഷനും ഒക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമായിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം നമ്മുടെ അതിനകത്ത് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് പോൾ റിസൾട്ടൂടെ നോക്കാം എത്രയാണ്. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ബാച്ച് നമുക്കറിയാം, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ 10th ലെവൽ, യൂണിഫോം ലെവൽ, +2 ലെവൽ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് വേണ്ടി നമ്മളൊരു ടെലഗ്രാമിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ്സസ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ്സസും അതിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. 6 മാസമാണ് ഇതിന്റെ കാലാവധി വരുന്നത്. അതായത് ഇനി അടുത്ത 6 മാസത്തിനിടയിലായിരിക്കുമല്ലോ ഇനി മെയിൻ പരീക്ഷകളൊക്കെ നമുക്ക് മുമ്പിൽ വരുന്നത്. നമ്മുടെ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ അത് വന്നിട്ടുണ്ട്. അതായത് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇന്നലെ മുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിരവധി പരീക്ഷകളാണ്. സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിയമനങ്ങൾ നടക്കുന്ന നല്ല മെയിൻ പരീക്ഷകൾ ഒരുപാടെണ്ണം ഇനി വരാനുണ്ട് ഈ 6 മാസത്തിനിടയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ഇതിന്റെ കോഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സിന്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോലും നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡെയിലി ഒരു 1 hour ക്ലാസ്സസ് വെച്ച് അപ് ടു ഡേറ്റ്
അപ് ടു ഡെയിലി നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയി തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ നമുക്ക് എന്താണ് നല്ല കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. 20ഉം 10ഉം മാർക്കുകളൊക്കെയാണ് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഞാൻ പക്കയാക്കി തരാം. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ഉണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇനി നമുക്ക് പോൾ റിസൾട്ട് നോക്കാം. നമ്മളൊരു പോൾ റിസൾട്ട് കണ്ടക്ട് ചെയ്തിരുന്നു. എന്താണ് നമ്മുടെ ഈ ഒരു പരീക്ഷ എഴുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ടെലഗ്രാമിൽ. അതിൽ കൂടുതൽ പേര് നിങ്ങൾ നോക്കിക്കോ, 22ഉം 27% പേര് കണ്ടോ. 40-49 ഇടയിൽ 27%, 50-59 ഇടയിൽ അതാണ് 22%. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ ഒരു പോൾ ചെയ്തപ്പോൾ ഏകദേശം ഇത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്തൊരു പോളിൽ പോലും എന്താണ് ഈ ഒരു റേഞ്ച് 40-നും 50-നും 40-നും 60-നും അതായത് 40-നും 50-നും ഇടയിലായിരിക്കും കൂടുതൽ കൂട്ടുകാർക്കും ആവറേജ് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ഓഫ് റേഞ്ചും ആ റേഞ്ച് തന്നെ വരാനായിരിക്കും സാധ്യത കൂടുതൽ കേട്ടോ. 40-ഉം 50-ഉം ഒക്കെ അല്ലെങ്കിൽ 45-ഉം 55-നും ഇടയിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് റേഞ്ച് വരാൻ സാധ്യത കൂടുതൽ. പിന്നെ ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമാണ്. പല ഡിസ്ട്രിക്റ്റിലും പല രീതിയിലുള്ള കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം, ഓഫ് കോഴ്സ് നമുക്കറിയാം, ഫിസിക്കൽ നടക്കുന്ന എക്സാമാണ്. ഫിസിക്കൽ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അധികം കട്ട് ഓഫ് വരാൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ വുമൻസിന്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ഓഫ് അധികം ഉയരില്ല. അതിൽ തന്നെ വല്ല പരീക്ഷ നല്ല കട്ടിയായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പം അതേ സംബന്ധിച്ചിടത്തോളം ഒരു ഇതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് ഈ ഒരു പരീക്ഷയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേരള ബജറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റിന്റെ യൂട്യൂബ് ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. അപ്പം നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സും പുതിയൊരു അപ്ഡേറ്റ്സ് PSCയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ആ കൺഫർമേഷൻ അയക്കാനുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക.